ഇന്നലെ ഗതികേഴൻ അമ്മച്ചിയുടെ പല്ലു ഉറപ്പിക്കാൻ വേണ്ടി ഒരു ദന്തഡോക്ടറിന്റെ അടുത്ത് പോകേണ്ടി വന്നു. അയ്യോ, ബില്ല് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു കട വെക്കേണ്ടി വരുമെന്ന്. മെഡിക്കൽ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഈ രാജ്യത്ത് മനുഷ്യൻ വെറും കോഞ്ഞാട്ടെ. ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡ് മുഴുവൻ താറുമാറായി കിടക്കുവോ. സ്ഥിരം വാങ്ങിക്കുന്ന മരുന്നിന് ഇന്ന് എന്നപ്പോ പറയാ $50 കോ പേയ്മെന്റ് കൊടുക്കണമെന്ന്. അല്ല, ഇവിടെ മരുന്നുകൾക്ക് ഇത്രയും വില വരാൻ കാര്യമെന്ത്? ഇതേ മരുന്നുകൾക്ക് നമ്മുടെ നാട്ടിൽ ഇതിന്റെ 10% വില പോലും ഇല്ല. ഒരു മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ എത്ര $1 ബില്യൺ ഇവിടുത്തെ മരുന്ന് കമ്പനികൾ ചെലവാക്കുന്നതെന്ന് എനിക്കറിയോ? അതൊക്കെ മുതലാക്കി എടുക്കണ്ടോ? നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ കമ്പനികൾക്ക് മരുന്നിന്റെ ഫോർമുല കോപ്പി അടിക്കാം. ഇവിടെ അതുവല്ലം പറ്റുമോ? എന്നാ പിന്നെ കോപ്പി അടിക്കാനുള്ള നിയമം ഇവിടെ അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ? ജനമാണോ അതോ മരുന്ന് കമ്പനിക്കാരാണോ വലുത്? നേതാവങ്ങളെ കോപ്പി അടി ഒരു വീക്ക്നെസ്സാ. നിയമങ്ങളെല്ലാം അഴിച്ചു പണിയാൻ പോവാണെന്ന് ഒബാമ പറയുന്നുണ്ടെങ്കിലും ഇതൊന്നും ഒരു കാലത്തും നടക്കാൻ പോണില്ലടോ. ഇപ്പോഴത്തെ സ്ഥിതി മാറാതിരിക്കാൻ കോടിക്കണക്കിന് ഡോളറാ ഇവിടുത്തെ മരുന്ന് കമ്പനിക്കാരെ ഈ സെനറ്റർമാർക്കൊക്കെ കൊടുക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ സുഖമാണ്. എൻ്റെ 3 മക്കളെ പ്രസവിപ്പിച്ചതിന് ഞാൻ ആശുപത്രിയിൽ ആകെ കൊടുത്തത് $150. ലോകത്തിൽ എവിടെയില്ലാത്ത ട്രീറ്റ്മെൻറ്റും സുഖസൗകര്യങ്ങളും ഒക്കെ കിട്ടുകയും ചെയ്യും. ഇൻഷുറൻസ് ഇല്ലെങ്കിലോ ബില്ല് വല്ലതും പിടിച്ചെടുത്ത് നിൽക്കുവോ? ജോലി, ഇൻഷുറൻസ് ഒന്നും ഇല്ലാത്തവർക്കും എല്ലാവിധ മെഡിക്കൽ സൗകര്യങ്ങളും ഇവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കുന്നുണ്ടല്ലോ. എന്ത് വേണ്ടി? അമേരിക്കൻ പാസ്പോർട്ട് കിട്ടാൻ വേണ്ടി മാത്രം അമേരിക്കയിലെത്തി പ്രസവിക്കുന്നവരാണ് എന്ന് അറിഞ്ഞിട്ട് കൂടി ഇവിടുത്തെ ആശുപത്രിക്കാർ അവരെ ഒന്നും തിരിച്ചു വിടുന്നില്ലല്ലോ. അതെ, എന്നിട്ടത് അമേരിക്കയുടെ വിവരമില്ലായ്മയാണെന്ന് പുറത്തുള്ളവർ പറയും. പക്ഷേ മനുഷ്യത്വം ഉള്ളത് കൊണ്ടല്ലേ അവർ ഈ നിയമം മാറ്റാതിരുന്നത്? ആലോചിച്ച് നോക്കിയാൽ ഇവിടുത്തെ കാര്യം കോമഡിയാ. ശരിക്കുമുള്ള ബില്ലിന്റെ 3 ഇരട്ടിയെങ്കിലും കൂട്ടി ഇവിടുത്തെ ഡോക്ടർമാർ ഇൻഷുറൻസ് കമ്പനിക്കാരെ ബില്ല് ചെയ്യും. അവർ 10-30 ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചതിന് ശേഷം ഇൻഷുറൻസുകാർ അതിൻ്റെ 1/3 ഇവർക്ക് അങ്ങ് പേ ചെയ്യും. ഈ കാര്യം ഇവർക്ക് നേരത്തെ അറിയാമെങ്കിൽ ഈ 2 കൂട്ടർക്ക് നേരത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാൽ പോരെ. ഇവിടുത്തെ ഡോക്ടർമാരെ പറഞ്ഞിട്ടും കാര്യമില്ല. മനുഷ്യൻ ഏതായാലും തെറ്റുപറ്റും. പക്ഷേ ഡോക്ടർക്കും ഹോസ്പിറ്റലിനും പിഴവ് പറ്റിയാൽ കോടികളുടെ അല്ലേ കേസ് വരുന്നത്. കുടുംബവും കിടപ്പാടവും കൊടുത്താലും നഷ്ടപരിഹാരമാകുമോ? ഇവിടെ ടൂ മച്ച് ടെസ്റ്റിങ്ങാ. ഒരു നെക്ക് പെയിൻ വന്നപ്പോൾ ഡോക്ടർ ഓർഡർ ചെയ്തു CT സ്കാനിങ്, അൾട്രാസൗണ്ട്, എക്സ്റേ, MRI, ECG. മരുന്ന് വല്ലതും മാറിപ്പോവുകയോ രോഗകാരണം കണ്ടുപിടിക്കാതിരിക്കുകയോ ചെയ്താൽ ഈ പറഞ്ഞ നീ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കൂലേ? ലോ സൂട്ട് വരുമോ എന്നുള്ള പേടിയാണ് ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡിന്റെ പ്രശ്നം. ഈ പേടി മുതലെടുത്ത് ഇൻഷുറൻസുകാരും വക്കീലുമാരും ശരിക്കും പൈസ ഉണ്ടാക്കുന്നു. കറങ്ങി തിരിഞ്ഞ് ആ പൈസ നമ്മൾ തന്നെ കൊടുക്കേണ്ടിയും വരുന്നു. നാട്ടിലായിരുന്നെങ്കിൽ അസുഖം വന്ന ആ ഡോക്ടറെ കണ്ട് കവലെ ചെന്ന് എപ്പോൾ വേണമെങ്കിലും ഇഷ്ടമുള്ള മരുന്ന് വാങ്ങിക്കാം. പക്ഷെ ഇവിടെ അത് പറ്റുമോ? നാച്ചുറൽ ആയിട്ട് പോകുന്ന അസുഖങ്ങൾക്ക് പോലും ഇവിടെ എന്തോ ഒരു കുത്തിവെപ്പും മരുന്നുകളുമാ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഈ ഡോക്ടർ നമ്മുടെ ഇൻഷുറൻസ് എടുക്കുന്നവനാണോ ഒന്ന് നോക്കണം. പിന്നെ പുള്ളിക്കാരൻ്റെ അപ്പോയിൻമെൻറ്റ് എടുക്കണം. ഇനി അതും തൂക്കിയെടുത്ത് പുള്ളിക്കാരനെടുത്ത് ചെല്ലുമ്പോഴത്തേനും പുള്ളിക്കാരൻ ഒരു 10-20 ടെസ്റ്റ് ഇങ്ങോട്ട് എഴുതരും. ഇതിൻ്റെ എല്ലാം റിസൾട്ട് വരുമ്പോഴത്തേനും രോഗം മടുത്തിട്ട് അതിൻ്റെ വഴിക്ക് പോകും. അല്ല, ഇതും ഒരു നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ് ആണ്.